ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സോദോം ഗൊമോറോ കണ്ടെത്തിയോ? നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ആകാശത്ത് നിന്ന് പെട്ടെന്നൊരു ദിവസം തീയോടൊപ്പം ഗന്ധകവും പെയ്തിറങ്ങുക. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വലിയ നഗരം, അവിടുത്തെ ആയിരക്കണക്കിന് ജനങ്ങളും ചാരമായി മാറുക. ലോക ചരിത്രത്തിലും വിവിധ മതഗ്രന്ഥങ്ങളിലും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട, ഭയത്തോടെ മാത്രം ആളുകൾ ഓർക്കുന്ന മറ്റൊരു സംഭവമില്ല. വേദപുസ്തകത്താളുകളിൽ നമ്മൾ വായിച്ചിട്ടുള്ള സോദോം ഗൊമോറ എന്നീ നഗരങ്ങളുടെ നാശത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പതിറ്റാണ്ടുകളായി ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും ഈ നഗരങ്ങൾ കേവലം മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞ കെട്ടുകഥകൾ മാത്രമാണെന്ന് കരുതി തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ ആധുനിക ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഈ നഗരത്തിന്റെ യഥാർത്ഥ ബാക്കി പത്രങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ജോർദാൻ താഴ്വരയിലെ താൽ എൽ ഹമാം എന്ന മൺകൂനയിൽ നിന്നും പുരാവസ്തു ശാസ്ത്രജ്ഞർ കുഴിച്ചെടുത്തത് എന്താണ്? 3600 വർഷങ്ങൾക്ക് മുൻപ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്തായിരുന്നു? ബൈബിൾ വിവരിക്കുന്ന ദൈവകോപം ഒരു സ്വാഭാവിക പ്രകൃതി ദുരന്തമായിരുന്നോ, അതോ ബഹിരാകാശത്തു നിന്നുള്ള വൻ ആഘാതമായിരുന്നോ? നമ്മൾ ഇന്ന് ചരിത്രവും ശാസ്ത്രവും പുരാവസ്തു തെളിവുകളും കൂട്ടിച്ചേർത്ത് സോദോം ഗൊമോറ എന്നീ നിഗൂഢതയുടെ യഥാർത്ഥ ചുരുളഴിക്കാൻ നമ്മൾ പോവുകയാണ്. വീഡിയോ മുഴുവനായി കാണുക. വെൽക്കം ടു യേശു നല്ല ഇടയൻ ഹിസ്റ്ററി ഓഫ് ബൈബിൾ. പിന്നെ ഒരു കാര്യം, ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ഈ നഗരത്തെ കുറിച്ച് പ്രാചീന ഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 13, 18, 19 അധ്യായങ്ങളിലാണ് സോദോം ഗൊമോറ നഗരങ്ങളെ കുറിച്ച് വിശദമായി പറയുന്നത്. അബ്രഹാമിന്റെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. അബ്രഹാമിന്റെ അനന്തരവനായ ലൂത്ത് വസിച്ചിരുന്നത് സോദോം നഗരത്തിലായിരുന്നു. ബൈബിൾ വിവരണം അനുസരിച്ച് ജോർദാൻ നദിയുടെ താഴ്വരയിലുള്ള കിണറുകളും നീരൊഴുക്കുമുള്ള, അതായത് ഏദൻ തോട്ടം പോലെ ഫലഭൂഷ്ടമായ പ്രദേശമാണ് സോദോമും ഗൊമോറയും സ്ഥിതി ചെയ്തിരുന്നത്. വൻതോതിൽ കൃഷിയും കച്ചവടവും നടന്നിരുന്ന, സാമ്പത്തികമായി വളരെ സമ്പന്നമായിരുന്ന നഗരമായിരുന്നു അവ. എന്നാൽ സാമ്പത്തിക അഭിവൃദ്ധിയോടൊപ്പം അവിടെ അധർമ്മവും അനാചാരങ്ങളും ക്രൂരതകളും പെരുകി. വഴിയാത്രക്കാരെ ഉപദ്രവിക്കുക, ലൈംഗിക അതിക്രമങ്ങൾ നടത്തുക, ദരിദ്രരെ ചൂഷണം ചെയ്യുക എന്നിവ അവിടുത്തെ സാധാരണ സംഭവമായി മാറി. പരിശുദ്ധ ഖുറാനിലും ലൂത്ത് നബിയുടെ ജനം എന്ന പേരിൽ ഈ സംഭവം വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. മനുഷ്യന്റെ അഹങ്കാരവും പാപങ്ങളും അതിരുകടന്നപ്പോൾ ദൈവത്തിന്റെ ശിക്ഷ ആ നഗരങ്ങൾക്കു മേൽ പതിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ ലൂത്തിനെയും കുടുംബത്തെയും രാത്രിയിൽ നഗരത്തിൽ നിന്നും സുരക്ഷിതമായി പുറത്തു കടത്തി. അവർക്ക് നൽകിയ ഒരേ ഒരു നിർദ്ദേശം പിന്തിരിഞ്ഞു നോക്കരുത് എന്നതായിരുന്നു. എന്നാൽ ലൂത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കുകയും അവർ ഒരു ഉപ്പിന്റെ തൂണായി മാറുകയും ചെയ്തു എന്നാണ് ബൈബിൾ കഥ. നേരം പുലർന്നപ്പോൾ ആകാശത്ത് നിന്നും തീയും ഗന്ധകവും പെയ്തിറങ്ങി. സോദോം ഗൊമോറോ കൂടാതെ അവിടുത്തെ മറ്റു 2 നഗരങ്ങൾ ഉൾപ്പെടെ ആ താഴ്വര മുഴുവൻ പൂർണ്ണമായി ചാരമായി മാറി. അബ്രഹാം ദൂരെ ഒരു മലമുകളിൽ നിന്ന് നോക്കിയപ്പോൾ ചക്രവാളത്തിൽ ഒരു ചൂളയിൽ നിന്നെന്ന പോലെ പുക ഉയരുന്നത് കണ്ടു എന്ന് ബൈബിൾ പറയുന്നു. ഈ വിവരണമാണ് നൂറ്റാണ്ടുകളായി ശാസ്ത്രലോകത്തെയും ചരിത്രകാരന്മാരെയും ചിന്തിപ്പിച്ചത്. ഇത്രയും ഭീകരമായ ഒരു നാശം ഒരു നഗരത്തിന് സംഭവിക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കണം നടന്നത്? 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിലും പുരാവസ്തു ഗവേഷകർ ഈ നഗരങ്ങൾ തെരഞ്ഞിറങ്ങിയത് ഒരു പ്രത്യേക പ്രദേശത്തായിരുന്നു. ചത്ത കടലിന്റെ, അതായത് ഡെഡ് സീയുടെ തെക്കുഭാഗത്ത്. കാരണം ഡെഡ് സീയുടെ തെക്കൻ തീരങ്ങളിൽ വിചിത്രമായ ഉപ്പുപാറകളും വരണ്ട ജീവനില്ലാത്ത ഭൂപ്രകൃതിയും ഉണ്ടായിരുന്നു. ബാബ് എറ്റ്സ്ര നുമേറ തുടങ്ങിയ ചില ചെറിയ വെങ്കലയുഗ നഗരങ്ങൾ അവിടെ ഖനനം ചെയ്ത് കണ്ടെത്തുകയും ചെയ്തു. പലരും വിചാരിച്ചത് ഇതാണ് ബൈബിളിലെ സോദോമും ഗൊമോറയും എന്നാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ കൂടുതൽ പഠിച്ചപ്പോൾ വലിയൊരു വൈരുദ്ധ്യം ഉയർന്നു വന്നു. ഒന്നാമതായി, ഈ പ്രദേശങ്ങൾക്ക് ബൈബിളിൽ വിവരിക്കുന്ന അത്രയും വലിപ്പമോ പ്രാധാന്യമോ ഉണ്ടായിരുന്നില്ല. രണ്ടാമതായി, ബൈബിളിലെ വിവരണം അനുസരിച്ച് അബ്രഹാം നിന്നിരുന്ന സ്ഥലത്ത് നിന്നും നോക്കിയാൽ ജോർദാൻ നദിയുടെ കിദ്ദാർ അഥവാ താഴ്വര വ്യക്തമായി കാണാമായിരുന്നു. ഇത് ഡെഡ് സീയുടെ വടക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്, തെക്കു ഭാഗത്തല്ല. തെറ്റായ സ്ഥലത്ത് അന്വേഷിച്ചത് കൊണ്ട് ശതാബ്ദങ്ങളോളം ഗവേഷകർക്ക് കൃത്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. തുടർന്ന് ഭൂരിഭാഗം ചരിത്രകാരന്മാരും എഴുതിത്തള്ളി സോദോം എന്നത് വെറുമൊരു കെട്ടുകഥയാണ്, അതൊരിക്കലും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2000ങ്ങളുടെ തുടക്കത്തിൽ ഒരു പുതിയ മനുഷ്യൻ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ രംഗത്തെത്തി. പ്രൊഫസർ ഡോക്ടർ സ്റ്റീവൻ കോളിൻസ്. അമേരിക്കയിലെ ട്രിനിറ്റി സൗത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ സ്റ്റീവൻ കോളിൻസ് ബൈബിളിലെ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ഒന്നൊന്നായി വിശകലനം ചെയ്തു.
നദികളുടെ സ്ഥാനം, മലനിരകൾ, അബ്രഹാമിന്റെ യാത്രാ വഴികൾ എന്നിവ കൃത്യമായി മാപ്പ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. സോദോം സ്ഥിതി ചെയ്തത് ജോർദാനിലെ കിഴക്കൻ താഴ്വരയിലാണ്. അവിടെ താൽ എൽ ഹമാം എന്ന വലിയൊരു മൺകൂന അദ്ദേഹം അടയാളപ്പെടുത്തി. 2005 ജോർദാൻ സർക്കാരിന്റെ അനുമതിയോടെ അവിടെ ഖനനം ആരംഭിച്ചു. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവിടുന്ന് പുറത്തു വന്ന കാഴ്ചകൾ ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടുന്ന് ലഭിച്ച പ്രധാന തെളിവുകൾ ഇവയാണ്. 1. കൂറ്റൻ സാമ്രാജ്യം. മണ്ണിടിഞ്ഞു കിടന്നത് വെറുമൊരു ഗ്രാമമായിരുന്നില്ല. മിഡിൽ ബ്രാൻഡ്സ് എജിൻ BC 1750-1650 കാലഘട്ടം. ആ പ്രദേശത്തെ ഏറ്റവും വലിയ ആധിപത്യമുള്ള മധ്യപൂർവേഷ്യൻ നടന്ന പ്രമുഖമായ ഒരു നഗര രാജ്യമായിരുന്നു അത്. 2. ഭീമാകാരമായ സംരക്ഷണ മതിലുകൾ. നഗരത്തിന് ചുറ്റും 10 മീറ്റർ വരെ കനവും 15 മീറ്ററിലധികം ഉയരവുമുള്ള വലിയ കോട്ട മതിലുകൾ ഉണ്ടായിരുന്നു. ദശലക്ഷക്കണക്കിന് കളിമൺ ഇഷ്ടികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത്. 3. 4 നിലയുള്ള കൊട്ടാരങ്ങൾ. വലിയ കൊട്ടാര സമുച്ചയങ്ങൾ, ക്ഷേത്രങ്ങൾ, ഭരണകേന്ദ്രങ്ങൾ, കച്ചവട സ്ഥലങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഖനനം ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം സാധാരണ ഒരു പുരാവസ്തു കണ്ടെത്തലായി മാറേണ്ടതായിരുന്നു. പക്ഷേ ഈ നഗരത്തിന്റെ നാശത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അവിശ്വസനീയമായ ചില കാര്യങ്ങൾ പുറത്തു വന്നത്. BC 1650ഓടെ ഒരു കൂറ്റൻ നഗരം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം, ഈ സമ്പന്നമായ നഗരം തകർന്നതിന് ശേഷം അവിടുത്തെ 300 മുതൽ 600 വർഷത്തേക്ക് ആ പ്രദേശത്തേക്ക് ഒരു മനുഷ്യൻ പോലും താമസിച്ചിട്ടില്ല. ഫലപുഷ്ടമായ ആ താഴ്വര പെട്ടെന്ന് ആളൊഴിഞ്ഞ ശൂന്യഭൂമിയായി മാറി. എന്തുകൊണ്ട് ആളുകൾ ഈ നഗരം ഉപേക്ഷിച്ചു? അത്രയും വലിയ മതിലുകൾ തകർന്നത് ഏത് സൈന്യമാണ്? അവിടെയാണ് ശാസ്ത്രലോകത്തേക്ക് ഒരു വലിയ കടങ്കഥ നേരിടേണ്ടി വന്നത്. ഈ നിഗൂഢതയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ഡോക്ടർ കോളിൻസ് മാത്രം പോരായിരുന്നു. അദ്ദേഹം ഭൗമശാസ്ത്രജ്ഞർ, ബഹിരാകാശ ശാസ്ത്രജ്ഞർ, ഫോറൻസിക് നിരീക്ഷകർ എന്നിവരുൾപ്പെടെ 21 പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം രൂപീകരിച്ചു. 2021 സെപ്റ്റംബറിൽ ലോക പ്രശസ്ത ശാസ്ത്ര മാസികയായ നാച്ചുറൽ സയന്റിഫിക് റിപ്പോർട്ടിൽ അവർ തങ്ങളുടെ ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചു. അത് ലോകത്തെ ആകെ കുലുക്കിക്കളഞ്ഞു. അവർ ആ മണ്ണിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകൾ ഇതൊക്കെയായിരുന്നു. അതിശക്തമായ ചൂട്. ഖനനത്തിനിടയിൽ നിന്ന് ലഭിച്ച മൺപാത്രങ്ങളുടെയും കളിമൺ ഇഷ്ടികളുടെയും മുകൾ ഭാഗം പൂർണ്ണമായും ഉരുകി സ്ഫടികത്തിന് സമാനമായി മാറിയിരുന്നു. ഒരു മൺപാത്രം ഉരുകണമെങ്കിൽ കുറഞ്ഞത് 1400 ഡിഗ്രി സെൽഷ്യസ് മുതൽ 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വേണം. അക്കാലത്തെ മനുഷ്യനിർമ്മിതമായ ഒരു തീക്കും അല്ലെങ്കിൽ ഒരു സാധാരണ അഗ്നിപർവ്വത സ്ഫോടനത്തിനും ഇത്രയും വലിയ ചൂട് ഉണ്ടാക്കാൻ കഴിയുകയില്ല. അവിടുത്തെ മണ്ണിൽ ഷോക്ക് കോട്ട്സ് കണ്ടെത്തി. അതായത് അതിശക്തമായ മർദ്ദം വരുമ്പോൾ മാത്രം വിള്ളൽ വീഴുന്ന പ്രത്യേക തരം മിനറലുകൾ. കൂടാതെ പ്ലാറ്റിനം, ഇറീഡിയം തുടങ്ങിയ അപൂർവ ലോഹങ്ങളുടെ അംശവും തരി രൂപത്തിലുള്ള വൈരക്കല്ലുകളും അവിടെ തെളിഞ്ഞു. അണുബോംബിന് സമാനമായ വിനാശം. ശാസ്ത്രജ്ഞരുടെ നിഗമനം ഇതായിരുന്നു. BC 1650കളിൽ ഭൂമിയിൽ പതിക്കുന്നതിന് മുൻപ് അന്തരീക്ഷത്തിൽ വെച്ച് ഏകദേശം 4 കിലോമീറ്റർ ഉയരത്തിൽ ഭീമാകാരമായ ഒരു ഉൽക്കയോ വാൽ നക്ഷത്രത്തിന്റെ കഷ്ണമോ അതിശക്തമായി പൊട്ടിത്തെറിച്ചു. ഇതിനെ ശാസ്ത്രത്തിൽ കോസ്മിക് എയർബസ്റ്റ് എന്ന് വിളിക്കുന്നു. 1908 റഷ്യയിലെ തുങ്കുസ്കയിൽ നടന്നതിനേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള സ്ഫോടനം. അമേരിക്ക ഹിരോഷിമയിലിട്ട അണുബോംബിനേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ള ആഘാതം. വെറും 2 സെക്കൻഡിനുള്ളിൽ ആകാശത്തു നിന്നുമുള്ള ഈ ഉഷ്ണതരംഗം നഗരത്തെ ഒന്നാകെ ചാമ്പലാക്കി. സെക്കൻഡുകൾക്ക് ശേഷം മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗത്തിൽ വന്ന കാറ്റ് 12 മീറ്റർ കനമുള്ള കോട്ടമതിലുകൾ വരെ നിലം പരിശാക്കി. അതുമാത്രമല്ല, ഈ സ്ഫോടനം തൊട്ടടുത്തുള്ള ചത്തകടലിലെ ടൺ കണക്കിന് ഉപ്പുവെള്ളം വായുവിൽ ഉയർത്തുകയും താഴ്വരയിലാകെ വിതറുകയും ചെയ്തു. അതുകൊണ്ടാണ് അടുത്ത 500 വർഷത്തേക്ക് അവിടെ ഒരു പുല്ല് പോലും മുളയ്ക്കാതിരുന്നതും മനുഷ്യർക്ക് താമസിക്കാൻ കഴിയാതിരുന്നതും. ചിന്തിച്ചു നോക്കൂ, ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്തിറങ്ങി ഭൂമി ഉപ്പുമയമായി മാറിയെന്ന് ബൈബിളിലും ഖുറാനിലും പറഞ്ഞ അതേ വിവരണം ശാസ്ത്രം അവിടെ തെളിയിച്ചിരിക്കുന്നു. തീർച്ചയായും ശാസ്ത്രലോകത്ത് എല്ലാ കണ്ടെത്തലുകൾക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. താൽ എൽ ഹമാം എന്നത് സോദോം തന്നെയാണ് എന്ന് എല്ലാവരും 100% അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചില പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ബൈബിളിൽ പരാമർശിക്കുന്ന അബ്രഹാമിന്റെ കാലഘട്ടവും താൽ എൽ ഹമാം നശിച്ച BC 1650 എന്ന കാലഘട്ടവും തമ്മിൽ ചില നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട് എന്നാണ്. കൂടാതെ അവിടുത്തെ മണ്ണിലെ ചൂടിന്റെ ലക്ഷണങ്ങൾ ഉൽക്കാപാതം മൂലമല്ല, വൻ അഗ്നിബാധ മൂലമായിരിക്കാം എന്ന് വാദിക്കുന്ന ഗവേഷകരുമുണ്ട്. എങ്കിലും നിലവിൽ നമ്മുടെ പക്കലുള്ള ഭൗതിക തെളിവുകളും ബൈബിളിലെ ഭൂമിശാസ്ത്രപരമായ ലൊക്കേഷനുകളും വെച്ച് നോക്കുമ്പോൾ ചരിത്രത്തിലെ സോദോം നഗരം അൽ എൽ ഹമാം
നാം തന്നെയാണ് എന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യതയാണുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജോർദാൻ താഴ്വരയിൽ ആകാശത്ത് നിന്നും വൻ ദുരന്തം പെയ്തിറങ്ങി ഒരു നഗരം ചാരമായി മാറിയിട്ടുണ്ട്. ആ ചരിത്ര സത്യമാണ് തലമുറകളിലൂടെ കഥയായി കൈമാറ്റം ചെയ്യപ്പെട്ട് ബൈബിളിലും മറ്റു ഗ്രന്ഥങ്ങളിലും ഇടം പിടിച്ചതും ഇന്നും നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു പാഠമായി നിലനിൽക്കുന്നതും. മനുഷ്യന്റെ അഹങ്കാരത്തിന് പ്രകൃതിയോ ദൈവമോ നൽകിയ ശിക്ഷയാണോ ഇത്, അതോ ഒരു യാദൃശ്ചിക ബഹിരാകാശ ദുരന്തമായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചരിത്രത്തിലെയും ശാസ്ത്രത്തിലെയും ഇതുപോലെയുള്ള നിഗൂഢമായ വിവരങ്ങൾ ലളിതമായി അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.